ഹായ് ഗൈസ്, വെൽക്കം ടു ഷങ്സ് ഇൻഫോ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കാറിൻ്റെ എങ്ങനെ നമുക്ക് വൈപ്പർ ബ്ലേഡ്സ് ഒക്കെ മാറ്റാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, ഇതാണ് ഇതിപ്പോൾ ഹോണ്ട സിറ്റിയുടെ വൈപ്പർ ബ്ലേഡാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എവറി ഇയർ ഒരു വൺസ് മാറുന്നതായിരിക്കും എപ്പോഴും റെക്കമെൻഡഡ്. കാരണം നമ്മുടെ ഈ വിൻഷീൽഡിലേക്ക് വെയിലൊക്കെ അടിക്കുമ്പോഴത്തേക്കും ആ ചൂടുകൊണ്ട് ഈ റബ്ബറിൻ്റെ എലാസ്റ്റിസിറ്റിയൊക്കെ നഷ്ടപ്പെടും. ഓക്കെ, കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണും ചിലരൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷോറൂമിലൊക്കെ സ്റ്റോക്ക് യാർഡിലൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ വൈപ്പർ ടോപ്പിലേക്ക് പൊക്കി വെക്കുന്നുണ്ടാവും. അപ്പോൾ ആ വൈപ്പറിൻ്റെ ബ്ലേഡിൻ്റെ റബ്ബറിന് ഇഷ്യൂ വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ചൂടൊക്കെ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ റബ്ബറിൻ്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അപ്പോൾ എവറി 1 ഇയർ നമ്മൾ ചേഞ്ച് ചെയ്യുമായിരിക്കും റെക്കമെൻഡഡ്. എന്നിട്ടുണ്ടെങ്കിലും നമുക്ക് വേണമെങ്കിൽ വേറൊരു ട്രിക്കും കൂടി ഞാൻ കാണിച്ചു തരാം. അത് വെച്ചിട്ട് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് വൈപ്പറിൻ്റെ ലൈഫ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ വൈപ്പർ ബ്ലേഡിൻ്റെ ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൂബ്രിക്കൻ്റാണ് WD-40 എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഇത് നമ്മുടെ റസ്റ്റ് റിമൂവ് ചെയ്യാൻ, ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും യൂസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് WD-40 എന്ന് പറഞ്ഞൊരു ക്യാൻ. ഇതേപോലെ ഒരു സിംഗിൾ ക്യാൻ മേടിച്ചിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ടവലിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലോത്തിലേക്ക് നമ്മളത് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മുടെ വൈപ്പർ ബ്ലേഡ് ഒന്ന് പതുക്കെ റബ്ബ് ചെയ്തെടുക്കുക. ഒരു 2 ടൈംസ് എങ്കിലും ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇങ്ങനെ റബ്ബ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഡസ്റ്റും ഇതൊക്കെ പോയിട്ട് കുറച്ച് ലൂബ്രിക്കേഷനും കൂടി കിട്ടുന്ന കാരണം നമ്മുടെ വൈപ്പർ ബ്ലേഡിൻ്റെ ലൈഫ് കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ആവും. അങ്ങനെ ഒരു കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വൈപ്പർ ബ്ലേഡ് മാറ്റിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ WD-40 വെച്ചിട്ട് ഇതേപോലെ തന്നെ വൈപ്പ് ചെയ്തെടുത്താൽ മതി. കുറച്ചും കൂടി നമുക്ക് ഇതിൻ്റെ ലൈഫ് കൂട്ടാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ നമുക്കൊരു വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നോക്കാം. മാറ്റാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോർച്യൂണറിൻ്റെ ആണ്. ഓക്കെ, ഫോർച്യൂണറിൻ്റെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇതാണ് വൈപ്പർ ബ്ലേഡ് വരുന്നത്. ഇതിപ്പോൾ നോർമൽ റബ്ബർ തന്നെയാണ്. നമ്മൾ മാറ്റുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെഷർ ചെയ്യണം. ഓക്കെ, മെഷർ ചെയ്യണം. ഇതിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നമുക്ക് ആദ്യം മെഷർ ചെയ്യണം. മെഷർ ചെയ്തതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ വൈപ്പർ ബ്ലേഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമുക്ക് 2 ബ്ലേഡ് ഉണ്ട് ഇതിനകത്ത്. ഒരെണ്ണം കുറച്ച് വലുതാണ്, ഒരെണ്ണം കുറച്ച് ചെറുതാണ്. ഈ ചെറുതിൻ്റെ വരുന്നത് നമുക്ക് ഏകദേശം 16 ഇഞ്ചസാണ് വരുന്നത്. നമ്മൾ അടുത്ത സെക്കൻഡ് വൈപ്പറിൻ്റെ ലെങ്ത്ത് കൂടി നോക്കുമ്പോഴത്തേക്ക് ഏകദേശം നമുക്ക് 22 ഇഞ്ചസാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടു ഈ ചെറുത് 16 ഇഞ്ചസും നമുക്ക് വലുത് നമുക്ക് 22 ഇഞ്ചസുമാണ് വൈപ്പറിൻ്റെ ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ആ ഒരു സൈസാണ് നമുക്ക് ഈ ഫോർച്യൂണറിന് വേണ്ടി നമ്മൾ മേടിക്കുന്നത്. പിന്നെ ഇനി കമ്പനിയിൽ നിന്ന് വരുന്ന വൈപ്പേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ അതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം വരുന്നത്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്കിങ്ങനെ ടോപ്പിലേക്ക് പൊക്കണം. ഓക്കെ, ടോപ്പിലേക്ക് ആ ലോക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈപ്പർ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് വേണം നമ്മൾ ഈ വൈപ്പർ ചേഞ്ച് ചെയ്യാനായിട്ട്. അതേസമയം നമ്മുടെ ഈ ലോക്കിംഗ് മെക്കാനിസം ഇങ്ങനത്തെ ഒരു മെക്കാനിസം ഫോർച്യൂണറിനാണ്. നമ്മുടെ നോർമൽ ഹോണ്ട സിറ്റിയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നോർമലായിട്ട് ഇതേപോലെ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ ഹോണ്ട സിറ്റിയുടെ നോക്കുവാണെങ്കിൽ ഇവിടെ വൈപ്പർ ഒന്ന് ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ താഴെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് നമ്മളൊന്ന് ടോപ്പിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വൈപ്പർ മൊത്തം താഴേക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ആവും. ഓക്കെ, അത് ഈ ലോക്കും നമ്മുടെ ഫോർച്യൂണർ കണ്ട ലോക്കും ഡിഫറെൻ്റ് ഉണ്ട്. ഇതേപോലെ തന്നെ തിരിച്ച് റിട്ടേൺ എങ്ങനെ ഇടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ആ സ്ലോട്ടിലേക്ക് കയറ്റി വെച്ചിട്ട് ജസ്റ്റ് ടോപ്പിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് ലോക്കായി വീണോളും. ഇങ്ങനെയാണ് നമ്മുടെ ഹോണ്ട സിറ്റി വരുന്നത്. ഇനി നമുക്ക് നിസാൻ മാഗ്നൈറ്റിനെയും കൂടി നോക്കാം. നിസാൻ മാഗ്നൈറ്റിൻ്റെയും ഹോണ്ട സിറ്റി പോലെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്ക് സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അവിടെ ഒരു ലോക്ക് പോലെ ഉണ്ട്. ആ ലോക്ക് ജസ്റ്റ് ഒന്ന് ഒരു വിരൽ വെച്ചിട്ട് ടോപ്പിലേക്ക് പ്രസ് ചെയ്തിട്ട് മൊത്തം പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് മൊത്തം വൈപ്പർ താഴേക്ക് നമ്മൾ പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റിമൂവ് ആയി കിട്ടും. അതേപോലെ തന്നെ തിരിച്ച് നമ്മൾ ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് താഴേക്ക് ടോപ്പിലേക്ക് വലിച്ചാൽ മതി. അത് കറക്റ്റായിട്ട് ലോക്കായി വീണോളും. ഇനി നമുക്ക് ഫോർച്യൂണറിൻ്റെ വൈപ്പർ ചേഞ്ച് ചെയ്യണം കാണാം. അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ മേടിച്ചേക്കണത് ഓൺലൈൻ. 22 ഇഞ്ച് 16 ഇഞ്ച് നമ്മൾ 2 മെഷർമെൻറ്റ്സ് കണ്ടു. ഫോർച്യൂണറിന് പറ്റിയ വൈപ്പേഴ്സാണിത്. ഓക്കെ, ഓൾ സീസൺ വൈപ്പർ ബ്ലേഡ്സ് ആണ്. ഇതിൻ്റെ കോസ്റ്റ് ചെയ്തേക്കണം 1999 ആണ്. എനിക്കൊരു 600-700 കിട്ടി. നമ്മുടെ ഷോറൂമിലാകുമ്പോഴത്തേക്ക് ഇന്നെ ഏകദേശം ഒരു 2000-3000 റേഞ്ചാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ കുറച്ചും കൂടി നല്ല കോട്ടിങ്ങുള്ള ടൈപ്പ് എന്നാണ് എഴുതിയേക്കുന്നത്. കുറച്ചും കൂടി റബ്ബർ ക്വാളിറ്റിയുള്ള റബ്ബറാണെന്നുള്ള ആണ് എഴുതിയേക്കുന്നത്. ഇതാണ് ഇപ്പോൾ നമുക്ക് 2 വൈപ്പർ ബ്ലേഡ് വരുന്നത്. ഇതിപ്പോൾ 22 ഇഞ്ചാണ്. ഓക്കെ, ഇത് 22 ഇഞ്ച്. ഇത് നമ്മൾ കണ്ടു 16 ഇഞ്ച്. അങ്ങനെയാണ് 2 മോഡൽസ് വരുന്നത്. ഇതിപ്പോൾ നിങ്ങളുടെ വെഹിക്കിളിന് കമ്പാറ്റബിൾ ആണോ എന്ന് നോക്കണം. അതേപോലെ ആ ലോക്ക് ടൈപ്പ് കറക്റ്റ് ആണോ എന്നും കൂടി നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം എപ്പോഴും നിങ്ങൾ മേടിക്കാൻ. ഇല്ലെങ്കിൽ മേടിച്ച് കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ട് ആയില്ലെങ്കിൽ ഇഷ്യൂസ് വരും.
പിന്നെ ഇതിപ്പോൾ നോർമൽ റബ്ബർ ടൈപ്പാണ്. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിലിക്കോൺ മെറ്റീരിയലുണ്ട്. സിലിക്കോൺ മെറ്റീരിയൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡ്യൂറബിളാണ്. നമുക്ക് ഇതിനേക്കാളും നമ്മുടെ നോർമൽ റബ്ബർ വൈപ്പറിനേക്കാളും കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും. കുറച്ച് കൂടുതൽ കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഹീറ്റിൻ്റെ അങ്ങനെ അധികം ഇഷ്യൂസൊന്നും വരില്ല, റബ്ബർ ഇഷ്യൂസ് വരുന്ന പോലെ തന്നെ. ഞാനിപ്പോൾ നോർമൽ ടൈപ്പ് തന്നെയാണ് മേടിച്ചേക്കുന്നത്. നമുക്കിനി അത് മൗണ്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ വേണം, ഫ്ലാറ്റ് ഹെഡ് സ്ക്രൂ ഡ്രൈവർ വേണം. ഇത് വെച്ചിട്ട് ഇങ്ങനെ ടോപ്പിലേക്ക് പൊക്കുകയാണ്. ഓക്കെ, പൊക്കിയിട്ടാണ് ഇത് നമ്മൾ ലിഫ്റ്റ് ചെയ്യുന്നത്. ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് വെച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഒരു വൈപ്പർ ചേഞ്ച് ചെയ്ത്, ഇതാണ് നമ്മുടെ പുതിയ വൈപ്പർ വരുന്നത്. ഓക്കെ, അതിൻ്റെ പ്രൊട്ടക്ഷൻ മാറ്റുകയാണ് നമ്മൾ. പ്രൊട്ടക്ഷൻ മാറ്റിയിട്ട് ഈ ഒരു ഇത് തന്നെ നമ്മൾ കൈവച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെയുണ്ട്. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ലോക്ക് ഇടുക, തിരിച്ച് വയ്ക്കുക. നമ്മുടെ വൈപ്പർ ഇൻസ്റ്റലേഷൻ കഴിഞ്ഞു. ഇതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് വൈപ്പറും കൂടി ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ അടുത്ത വൈപ്പർ എടുക്കുകയാണ്. ഇതേപോലെ തന്നെ നമുക്ക് ടോപ്പിലേക്ക് ആക്കാം. ടോപ്പിലേക്ക് ആക്കണമെങ്കിൽ ഈ ലോക്ക് റിമൂവ് ആയി. ഇനി നമുക്ക് ടോപ്പിലേക്ക് വലിച്ചെടുക്കുക, ബോട്ടമിലേക്ക് വലിച്ചെടുക്കുക. ഇനി നമ്മുടെ പുതിയ വൈപ്പർ ഈ ഒരു പൊസിഷൻ മാത്രം നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെയുള്ളൂ, നിങ്ങൾക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സെറ്റപ്പ് ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇതേപോലെ തന്നെ സെയിം പ്രൊസീജിയർ തന്നെ. ഈ ലോക്ക് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കണം. ലോക്ക് കറക്റ്റായിട്ട് വീണതിന് ശേഷം വേണം നമുക്ക് വിൻഷീൽഡിലേക്ക് വൈപ്പർ വയ്ക്കാം. ഇത് രണ്ടും ഇപ്പോൾ നമ്മുടെ പുതിയ വൈപ്പേഴ്സാണ്. പഴയ വൈപ്പേഴ്സ് നമ്മൾ മാറ്റിയേക്കുന്ന ഇതൊക്കെയാണ്. ഇതിൻ്റെ റബ്ബറൊക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്, വളരെ മോശമായി സിറ്റുവേഷനൊക്കെ. ഇതിപ്പോൾ എൻ്റെ യൂസ് ചെയ്യുന്ന 2 ഇയേഴ്സൊക്കെ ആയി. ഞാൻ നേരത്തെ WD-40 ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കുറച്ച് കാലം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിരുന്ന ലൈഫ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ന്യൂ വൈപ്പർ ഇതേപോലെ തന്നെ ഫിക്സ് ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തവണ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.